ഇനി കോഴിക്കോടേക്കാണ്. വടകര MDMA കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വടകര CI AV ദിനേശനെ സ്ഥലം മാറ്റിയത്. കണ്ണൂർ സർക്കിളിലേക്കാണ് മാറ്റിയത്. 3 അധ്യാപികമാർ പ്രതിയായ MDMA കേസിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയത്. രമ്യാദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. രമ്യാദാസ്, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു 3 അധ്യാപകർ പ്രതികളായ ഈ MDMA കേസ്. എന്തായാലും അതിന്റെ ഒരു നിർണായകമായ ഒരു നീക്കം നടക്കുന്ന ഒരു സമയത്ത്, നിർണായകമായ അന്വേഷണ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സ്ഥലമാറ്റം, അതിന്റെ ഉദ്ദേശം എന്തായിരിക്കാം? ആര്യശ്രീ വിനോദ്, ഈ വടകര MDMA കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനിടയിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള CIക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ളത്. അതായത് വടകര CI ആയിട്ടുള്ള AV ദിനേശനാണ് കണ്ണൂർ സർക്കിളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഇദ്ദേഹം വടകരയുടെ ചാർജൊക്കെ ചുമതല ഏറ്റെടുത്ത് വരുന്നത്. അതിനുശേഷം തന്നെയാണ് ഈ അടുത്തിടെയാണ് ഇത്തരത്തിലൊരു MDMA കേസുമായി പ്രതി പിടിയിലാവുന്നത്. തുടർന്നാണ് ഈ 3 അധ്യാപികമാരിലേക്ക് എത്തുന്നു. തുടർന്ന് 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കും. നമുക്കറിയാം, ഈ MDMA കേസുമായി ബന്ധപ്പെട്ടൊക്കെ തൂഫാനൊക്കെ വളരെ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലെല്ലാം ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ച ശേഷം ആ അന്വേഷണം പാതി വഴിയിലൊക്കെ മുടങ്ങുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ കേസിൽ കൃത്യമായി തന്നെ കൃത്യമായി തുടരന്വേഷണം ഇതിനെ നടന്നു എന്നുള്ള തെളിവ് തന്നെയാണ് ഈ 3 അധ്യാപകരെ പിടിക്കുന്നു. ഇതിന്റെ തുടരന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതായത് ഈ അധ്യാപികമാരുടെ ഫോൺ കോളുകൾ, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. അതായത് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ ലഹരിക്കടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് കണ്ടെത്തേണ്ടത്. ഇതിന്റെ എല്ലാം തന്നെ അന്വേഷണം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റം വരുന്നത്. അതായത് ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എല്ലാം പറഞ്ഞു വെക്കുന്നതെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് പോലീസ്, അല്ലെങ്കിൽ അന്വേഷണ സംഘം തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഘട്ടത്തിലാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നിലവിൽ ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിട്ടുള്ളത്. ഇതിന്റെ തുടരന്വേഷണം തന്നെയാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള വയനാട് സ്വദേശി നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പണമിടപാടുകൾക്കായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസിന് അന്വേഷണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എല്ലാം തുടരുകയാണ്. ഈ കേസിലെ ഡിജിറ്റൽ തെളിവുകളും പൂർണ്ണമായി ശേഖരിക്കാനുള്ള ഒരു നിർണായക ഘട്ടത്തിൽ പോലീസ് കടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ത് തന്നെയാവും എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിലൂടെ ഏറ്റവും നിർണായകമാകുന്നത്. ആര്യശ്രീ, വിനോദ്. അതെ, ഈ അന്വേഷണം MDMAയുമായി ബന്ധപ്പെട്ട ഈ കേസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കാരണം അധ്യാപികമാരാണ് ഇതിന്റെ ചങ്ങലകളായി വന്നത്, അതിന്റെ പ്രധാന ഇടനിലക്കാരായി വന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായതാണ്. അധ്യാപികമാർ ഇത്തരത്തിലുള്ള ഒരു MDMA കേസിൽ ഉൾപ്പെടുന്നത്. പക്ഷേ ആ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സർക്കിൾ ഇൻസ്പെക്ടറെ വളരെ പെട്ടെന്ന് സ്ഥലം മാറ്റിയത്. ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അന്വേഷണം ഇത്ര സജീവമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ എന്നും കൂടെ വേണം നമുക്ക് പറയാം. അതെ, കൃത്യമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അത് വളരെ സത്യസന്ധതയോടെ അന്വേഷണം കൊണ്ടുപോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് സ്ഥലം മാറ്റി. ഇത് വലിയ സംശയങ്ങൾക്ക് ഇട വരുത്തുന്നുണ്ട്. സ്വാഭാവിക നടപടിയാണെന്നാണ് സർക്കാരിന്റെ വാദം. പക്ഷേ അത് എത്രമാത്രം അത് സത്യസന്ധമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കണം, കണ്ടറിയണം.